കുന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 5 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ പേജ് പലരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ വിട്ടുപോയിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ആഷ് വൈസ് ബ്രോ ഒന്നുകൂടെ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ പറയാനും വിട്ടുപോയി. സോ ഐ എം റിയലി സോറി ബ്രോ. എന്തായാലും താങ്ക്സ് ഫോർ ദ സൂപ്പർ ചാറ്റ്. അധികമൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാര്യം ഇനിയുള്ള കുറച്ച് എപ്പിസോഡ്സും കുറച്ച് ചാപ്റ്റേഴ്സും ആബ്സലൂട്ട് പീക്കാണ്. നമ്മൾ കാത്തിരുന്ന പോലത്തെ ഒരു ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. സോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ സിൽവയ്ക്ക് മാത്രം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. കാര്യം അവിടെയായിട്ട് ഫുള്ളി വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. ഈ ടൈമിൽ തന്നെ റിനിയെ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇന്നലെ ചായ എടുത്തിട്ട ഹെർബ്സ് അത് ഇത്ര എഫക്റ്റീവ് ആയിരിക്കുമെന്ന് ഒരിക്കലും ഓർത്തില്ല. നിങ്ങളെല്ലാവരും ബോധം പോയില്ലേ? അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് റെസ്റ്റ് വേണമായിരുന്നു. പിന്നെ അത് നിന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് എന്തായാലും കുറച്ച് ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ്സോ? നീ ടെസിയും കൂടെ ആ ഒരു ക്യാസിൽ പൊളിച്ച കാര്യം അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ വെജിറ്റബിൾ കഴിച്ചത് നല്ലതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ വായിലേക്ക് കുറച്ച് വെജിറ്റബിൾ കുത്തി കയറ്റുന്നുണ്ട്. ഈ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ റിനിയായിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി എടുത്ത് നമ്മുടെ ടെസ്സിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതെന്തായാലും നിനക്ക് ആവശ്യം വരും. എൻ്റെ ബീസ്റ്റ് വില്ലെന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഇത് എന്തായാലും നല്ലതാണ്. അത് തുറന്നു നോക്കാൻ സമയത്ത് അതൊരു ബാങ്കിളായിരുന്നു. ഈ ടൈമിൽ ആർത്തർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇന്നലെ പറ്റിയല്ലേ ഇതിനെപ്പറ്റി സംസാരിച്ചത്. അതിനുള്ളിൽ തന്നെ എന്നോട് ക്ഷമിക്ക്, ഞാനതിവിടെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ റോയൽ ഫാമിലി അല്ലേ. എന്തായാലും റിനിയ താങ്ക്സ് ഉണ്ട് കേട്ടോ ടെസ്സിനെ നോക്കുന്നില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് എൻ്റെ പ്ലഷറല്ലേ. ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ കുട്ടി കൂടിയല്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അവൾ പറയുന്നതാണ്, ഇതിനകത്തോടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സൈറസ് അക്കാഡമിയിലേക്ക് പോകാൻ പറ്റും. സൈറസ് അക്കാഡമിയിലേക്ക്? അല്ല, ഇതൊരു ടെലിപ്പോർട്ടേഷൻ ഗേറ്റ് അല്ലേ? അല്ല, ഇത് 3 കിങ്ഡംസിനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ ഒറ്റക്ക് ഇത് പേഴ്സണലാണ് യൂസ് ചെയ്യുന്നത്. അത്ര നല്ല കാര്യമാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതെൻ്റെയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ടെസ്സാട്ടെ അവളുടെ അച്ഛനമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോയിട്ട് വരാൻ കേട്ടോ. എടി കൊച്ചൂരിപ്പേ, മര്യാദക്ക് നോക്കണം. അത് മാത്രമല്ല നീ സ്കൂളിൽ ചെണ്ട് ആ ഗുഡ് സ്കൈൻ എന്ന് പോയി കാണണം. ആ പെണ്ണുമ്പുള്ള ഇപ്പോഴും ജീനുണ്ടെന്ന് പോയി നോക്കുകയും ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ റിനിയാണ് അവൾ പോയി കെട്ടിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞ്, ഗ്രാൻഡ്മ റിനിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല നമുക്കിനി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നത്. ആ ടൈമിൽ സിൽവി നമ്മുടെ ആർത്തനക്ക് ചോദിക്കുന്നുണ്ട്, പപ്പ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ രണ്ടുപേരും അതിൻ്റെ അകത്തുനിന്ന് കയറുന്നതാണ്. പിന്നെ കാണിക്കുക അവർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ടൈം ടെസ്സി ആലോചിക്കുന്നുണ്ട്, അല്ല നോർമലി ഇവിടെ ഗാർഡ്സ് കണ്ടല്ലേ, ഇവിടെ ഗാർഡ്സ് ഒന്നും ഇല്ലല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ട്രെയിൻ ബ്ലോക്കേജ് കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം എല്ലാവരും അവിടെ ആയിരിക്കും എന്നാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടങ്ങും. അങ്ങനെ നടന്ന് ആർത്തന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ സിൽവിയായിട്ട് ഓടിപ്പോയി ഡോറ് ചെന്ന് മാന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു അവൾ താഴേക്ക് വീണത്. കാര്യം നമ്മുടെ ജാസ്മിനായിട്ട് ആ ഡോറ് തുറന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ പറയും ചെയ്യും, ആർത്തർ നിന്നെ കണ്ടിട്ട് കുറെ നാളായില്ലേ. ഈ സമയത്ത് ജാസ്മിൻ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ഹെലിൻ പറയുകയും ചെയ്യും, അല്ല ആർത്തർ നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, നിന്നെ ഇപ്പോൾ മനസ്സിലാവുന്ന പോലും ഇല്ല. എട്ടെന്നായിരുന്നു ഡർഡൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഡർഡൻ നീ അത്ര കൂളാട് കാര്യമൊന്നും ഇല്ല കേട്ടോ, നിനക്ക് കുറച്ച് താടി വന്നെന്ന് പറഞ്ഞിട്ട് നീ അഹങ്കരിക്കില്ല. അങ്ങനെ ഡർഡനും കൂടെ അവിടെ കിടന്ന് ഇടയാവുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ഒരുത്തി വന്ന് നമ്മുടെ ആർത്തറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് നമ്മുടെ ടെസ്സിയുടെ കിളി പോകെ. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ നീ ഒരു ക്യൂട്ടുള്ള എൽഫാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസ്സിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്താട്ടെ നമ്മുടെ റേ പറയുകയും ചെയ്യും, അല്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും അകത്തേക്ക് കയറിയാലോ, അവർ വന്നിട്ട് കുറച്ച് നേരമില്ല, നമുക്ക് അകത്ത് നിന്ന് സംസാരിക്കാം. ആ ടൈമിൽ തന്നെ എലി പറയും ചെയ്യും, വെൽക്കം ബാക്ക് ബ്രദർ, ഇത്തവണ ചാകാതെങ്കിലും വന്നില്ലേ. എടി കൊച്ചു കുരുപ്പേ, ടെസ്സിയെ വാ നമുക്ക് അകത്തേക്ക് കയറുന്നുണ്ട്. അവരെല്ലാവരും അകത്തേക്ക് കയറാൻ പോകും. അങ്ങനെ അവരകത്തേക്ക് കയറാനകത്ത് നമ്മുടെ ടെസ്സിയെ പറയുന്നുണ്ട്, ആർത്തർ ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പോയിക്കോട്ടെ, എന്തായാലും എനിക്ക് ഗുഡ് സ്കൈനും കൂടെ ഒന്ന് കാണണമല്ലോ. എന്ത് പറ്റി ചേച്ചിയാ, എന്തായാലും കുഴപ്പമുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് നാളായില്ലേ വന്നിട്ട്, അപ്പം പുള്ളിക്കാരൊന്ന് കാണാമെന്ന് വെച്ച്. അത് മാത്രമല്ല നിന്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, നീ എന്തായാലും അവരോട് കുറച്ചൊന്ന് എൻജോയ് ചെയ്യും. ഞാൻ ഗ്രാംസിനോട് പറഞ്ഞത് ഞാൻ അവളുടെ കൂടെ കാണുമെന്നാണ്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു രാത്രിയല്ലേ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, നീ എന്തായാലും അകത്തേക്ക് പോകും. പെട്ടെന്നാണ് ആലീസ് ഒരു പോയിട്ട് വന്നിട്ട് പറയുന്നത്, എന്തായാലും നീ ഇപ്പോൾ കയറുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി, തൽക്കാലം ഇതിരിക്കട്ടെ, പുറത്ത് നല്ല തണുപ്പല്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു ഷാൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ടെസ്സിക്ക് ടാറ്റ കൊടുക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞ് അവരകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ വെള്ളമടിയും പാർട്ടിയായിട്ട് ഭയങ്കര ബഹളമൊക്കെയാണ്. ഇതെല്ലാം കാരണമായിട്ട് തന്നെ നന്നായിട്ട് ചിരിയും വരുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവൻ ഞെട്ടിപ്പോയത്. കാര്യം നമ്മുടെ എലിയായിട്ട് അതിൻ്റെ തോര് തന്നെ കുത്തിയിട്ട് അവനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നത്, നീ ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യപ്പെട്ടോ. പെട്ടെന്ന് ജാസ്മിൻ വന്നിട്ട് പറഞ്ഞു, അല്ല ആർത്തർ ഞാൻ നിന്നോട് പറഞ്ഞോ ഞാൻ നിന്നെപ്പറ്റി എത്ര വട്ടം വറീഡാണെന്ന്. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് ഹെൽമെറ്റ് പറഞ്ഞു, നീ നീ ഓൾമോസ്റ്റ് 33 തവണ പറഞ്ഞു. ആർത്തർ നീ എന്തായാലും പുറത്തേക്കിരി, ഇവിടെ എല്ലാത്തിനും കിളി പോയിരിക്കുവാണ്. അപ്പോൾ ആർത്തർ പറഞ്ഞു, ശരിയാണ് എല്ലാത്തിനും വട്ടി കയറിയിരിക്കുവാണ്. പിന്നെ ആർത്തർ നേരെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ആർത്തർ പുറത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെലനും ആർത്തറിൻ്റെ കൂടെ വന്നിരിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും,
അല്ല ഞാൻ അറിഞ്ഞത് നിന്റെ അച്ഛൻ്റെ സ്ഥാനം നീ ഏറ്റെടുത്തെന്നാണ് നിന്റെ അമ്മേനെ വിഷമിപ്പിക്കാനായിട്ട്. അങ്ങനെയൊന്നുമില്ല, അത് നിന്നോട് ആര് പറഞ്ഞ്? ആർത്തർ, ഞാനൊന്ന് പറയട്ടെ, സത്യം പറഞ്ഞാൽ നീ ഇതിനു വേണ്ടി ജനിച്ചതല്ല, നീ ഇതിലും വലിയൊരു കാര്യത്തിന് വേണ്ടി ജനിച്ചതാണ്, അത് നീ മറക്കണ്ട. ആ ടൈം അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എല്ലാ റിനിയെയും ഏകദേശം ഇതിനെപ്പറ്റി കണ്ടല്ലേ സംസാരിച്ചത്. അല്ല ഹെലൻ, നീ കുറച്ച് ഡ്രങ്ങണാണോ? ഇതൊക്കെ എവിടെ നിന്നാണ് വന്നത്? എനിക്കറിഞ്ഞൂടെ, എന്തായാലും എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും അകത്തേക്ക് പോവാം. നിന്റെ അമ്മയെ കുറിച്ച് പറയിട്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളല്ലോ. നീ നല്ല റെസ്റ്റ് എടുത്തിട്ട് അകത്തേക്ക് പോരും, പിന്നെ ആരും കാണണ്ട, മര്യാദയ്ക്ക് പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തറിനോട് പറഞ്ഞു ചെയ്യും. ഈ സമയത്ത് ആർത്തർ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പറയും ചെയ്യും, എനിക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. ഞാൻ ആരുടെയെങ്കിലും ഒരു ചെസ് പീസ് ആണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫാമിലിനെ കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടി, അതെല്ലാം എൻ്റെ ഒരു റീസണാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ആരൊക്കെ എൻ്റെ എതിർ നിന്നാലും ഞാൻ ഉറപ്പായിട്ടും അവരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു കൾട്ടിൻ്റെ ലീഡറിനെയാണ്. അവൻ പറയുന്നുണ്ട്, എല്ലാവരും റെഡി ആയിക്കോ, നമ്മൾ ഇന്നാണ് സൈറസ് അക്കാഡമിയിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കായിനെയാണ്. അവൻ പറഞ്ഞത്, നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യട്ടോ, ഞാനിതിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാം. അല്ല കായ്, നീ ജോയിൻ ചെയ്യുന്നില്ലേ? അവന്മാരെങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനാ പ്രാക്ടീസ് വേണ്ടേ? കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും സ്കൗട്ട് ചെയ്യുമല്ലേ, ഞാൻ എന്തായാലും സ്കൗട്ട് ചെയ്തോളാം, അതായിരിക്കും എനിക്ക് നല്ലത്. പെട്ടെന്നിട്ട് നമ്മുടെ ഡോർ അവിടെ കയറുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഞാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ. അവിടെ കുറേ ബാൻഡ്സ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് തട്ടി താഴത്ത് വീഴുന്നിടത്ത് നമ്മുടെ ചാൾസ് ഒരെണ്ണം പോയി എടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ചെയ്യും, അല്ല ഈ ബാൻഡ്സൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങിൽ ഉപകാരമുണ്ടോ? സത്യം പറഞ്ഞാൽ അത് നല്ല ഉപകാരമുണ്ട്, ഒന്നുമില്ല നമ്മുടെ ഡോറോ കൊണ്ടുവന്നതല്ലേ. അല്ല കൈ, എന്താണ് കഴിഞ്ഞില്ലേ? ബാരിയർ ഓൺ ആക്കിയില്ലേ? അത് ഇപ്പോൾ ഓണാക്കാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ അങ്ങോട്ട് ഓണാക്കുന്നുണ്ട്. പക്ഷേ അവരപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ ബാരിയർ ആട്ടെ റെഡ് കളറിലായിരുന്നു. കായ്, നീ എന്തോ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാരിയറിൽ? പെട്ടെന്ന് ഡൗൺ ചെയ്തേ. എടാ നീ തമാശ കളിക്കല്ലോ ഏട്ടാ, പെട്ടെന്ന് ഇത് ഓഫ് ആയിക്കേ. എനിക്ക് തോന്നുന്നു അവന് നമ്മുടെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ്. ഇത് കേട്ടപ്പോൾ തന്നെ തിയോട്ടെ നല്ല മുറുക്കി ആ ബാരിയറിലേക്ക് ഒരു ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ആ ടൈമിൽ തന്നെ കാതലിൻ പറഞ്ഞുണ്ട്, എടാ ഈ മാനം വേസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല, ഇവിടെ ഒരു കിൽ സ്വിച്ച് ഉണ്ട്, അതങ്ങോട്ട് കണ്ടുപിടിച്ച് ഓഫ് ആക്കിയാൽ പോരെ. അവരാട്ടെ അങ്ങനെ ആ കിൽ സ്വിച്ച് കണ്ടുപിടിക്കാന്നതാണ് ശരിക്കും ഞെട്ടിയത്. കാര്യം അതാട്ടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമായിരുന്നു. അവർക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഒരു അറ്റാക്ക് അവരുടെ നേരെ വന്നു. അവരാട്ടെ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ചധികം ആൾക്കാർ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരിക. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു ഡ്രില്ലല്ല, എത്രയും പെട്ടെന്ന് ഫോർമേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഓറാട്ടെ അവിടെയുള്ള എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ അത്യാവശ്യം പിടിച്ച് നിൽപ്പുണ്ടെങ്കിലും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. എല്ലാവരും സൂക്ഷിച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ നോക്ക്. എനിക്ക് തോന്നുന്നു കായ് അപകടത്തിലാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവനെ രക്ഷിക്കണം. അത് കൊള്ളാം, നിനക്കൊന്നും അപ്പോൾ ഇതുവരെ ഒന്നും തന്നെ മനസ്സിലായില്ലേ? നീ ലൂക്കസ് അല്ലേ? അതെ, ലൂക്കസ് തന്നെ. പക്ഷേ നിനക്ക് മനസ്സിലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. കായുടെ ഹെൽപ്പോട് കൂടിയാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങളിവിടെ ട്രാപ്പ് ചെയ്തത് തന്നെ. കള്ളം പറയാനോ? ഞാനെന്തിനാണ് നിങ്ങളോട് കള്ളം പറയണത്? അതിൻ്റെ വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിലും എനിക്ക് നിങ്ങളെയൊക്കെ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ലൂക്കസ് അവരുടെ അകത്തേക്ക് കയറിയിട്ട് ഒരു ഹ്യൂജ് ആളൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് ബാക്കിലേക്ക് പോവുകയും ചെയ്യും. പെട്ടെന്ന് ക്ലാരി വന്ന് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ ലൂക്കസിന്റെ ആ ഒരു ഗാർഡിയൻ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് ടൈമിൽ ഡോർ അവളെ പിടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് തന്നെ. ഈ സമയത്ത് തന്നെ അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഡോറ് കൊണ്ടുവന്ന ആ ഒരു സംഭവം അതൊരു ഓപ്പണിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനർ റെസിസ്റ്റൻറ്റ് ബാൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമേഷൻ പൊട്ടിക്കാനും ഈ ബാരർ പൊട്ടിക്കാനും സാധിക്കും. ഡോറ, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിനായിട്ട് എല്ലാവരും ബാക്കിലേക്ക് വരാം. നീ പറയുന്ന പോലെയല്ല, അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനാട്ടെ ശരിക്കും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെയുള്ള പ്രൊഫസറിനെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ട് എനിക്ക് തോന്നുന്നത് പറയുന്നിടത്ത് പെട്ടെന്ന് തിയോ ചാടി വന്ന് നമ്മുടെ ലൂക്കസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ലൂക്കസ് ആട്ടെ അവൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറയുകയും ചെയ്യും, അതുകൊള്ളാം, നീ ഇവനെ രക്ഷിക്കാനായിട്ട് വന്നതാണോ? അല്ല, നിന്നാരും രക്ഷിക്കും. ആ ടൈമിലാണ് ലൂക്കസിന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അടിക്കുന്നത്. ടാർജറ്റ് എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സോ അവൾ എത്തിയല്ലേ? നീ എവിടെ പോകുന്നു? അവരെല്ലാം നീ ക്യാപ്ചർ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ? എനിക്ക് കുറച്ച് പണിയുണ്ട്, തൽക്കാലം അത് ബാക്കിയുള്ളവർ നോക്കിക്കോളൂ. ഈ സമയത്ത് തന്നെ അവൻ പറഞ്ഞു ലൂക്കസ് പോയി. പക്ഷേ ബാക്കിയുള്ളവർ വരുന്നുണ്ട്, നമ്മളിതെന്ത് ചെയ്യും? എനിക്കൊരു വഴി അറിയാം. തിയോ, കാത്ത്, എങ്ങനെയെങ്കിലും ഒരു ഡിഫൻസ് സ്പെല്ല് ക്രിയേറ്റ് ചെയ്യും. തിയോ, കാത്ത്, എത്രയും പെട്ടെന്ന് ഒരു ഡിഫൻസ് സ്പെല്ല് ക്രിയേറ്റ് ചെയ്യും, നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നിടത്ത് അവരുടെ ഒരു ഡിഫൻസ് സ്പെൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കായ്, ഫേത്ത്, ഇപ്പം തന്നെ പറഞ്ഞിട്ട് ഒരു ഐസ് ബാരിയറും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ നേരെ അത് ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ബാക്കിയുള്ളവർ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയും ചെയ്യും. പക്ഷേ ആ ടൈമിൽ തന്നെ നമ്മുടെ ഡോറയുടെ മുമ്പിലേക്ക് ഓടുന്നുണ്ട്. ചാൾസ് പറയുകയും ചെയ്യും, ഡോറ, നീ എവിടെ പോയി? തിരിച്ചു വരാൻ നോക്ക്.
നിങ്ങൾ എന്തായാലും പൊക്കോ, ഇവരാരെങ്കിലും ഒക്കെ പിടിച്ചു നിർത്തണ്ടേ. പക്ഷെ തീയാട്ടെ അത് സമ്മതിക്കത്തില്ല. എന്നാൽ ഡോറയാട്ടെ തീയനെ ഇടിച്ചു നേരെ ബാക്കിലേക്ക് വീഴും. പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ ഡോറനെ ഒരു അറ്റാക്ക് ചെയ്യും. അവളെ കൊല്ലുന്നതിന്റെ വക്കത്തെത്തിയപ്പോൾ കറക്റ്റ് സമയത്താണ് ഒരു അറ്റാക്ക് വന്ന് അവനെ ബാക്കിലേക്ക് കൊണ്ടുപോയത്. പേടിക്കേണ്ട കൊച്ചേ, നിനക്ക് ഞാനുണ്ട് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഫേയും നമ്മുടെ ഡോറയും കൂടെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് തന്നെ അവരെല്ലാവരും ബാക്കിലേക്ക് പോയിട്ടുണ്ട്. പുറത്താട്ടെ ഭയങ്കര ശബ്ദമാണ്. എന്താണെന്ന് മനസ്സിലാതെ അവരെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശരിക്കും ഞെട്ടിയത്. അവർക്കാട്ടെ അവിടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം സൈറസ് അക്കാഡമിയിലെ എല്ലാ പിള്ളേരെയും കുറേയധികം മോൺസ്റ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ടെസിയും പതുക്കെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾ പറയും ചെയ്യും, എൻ്റെ ബോഡിയായിട്ട് ഇപ്പോൾ ടോട്ടലി ഔട്ട്സിങ് ആയി കിടക്കുവാണ്. എൻ്റെ മാനെ കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ചെയ്യപ്പെട്ടു. എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. ഗുഡ്സ്ക്കൊക്കെ എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ. പെട്ടെന്നായിരുന്നു ഒരു ഭൂമി വിൽക്കം പോലെ അവൾക്ക് തോന്നിയത്. അവളാട്ടെ പുറത്തിറങ്ങി നോക്കുകയും ചെയ്യും. ആ ടൈമിലാണ് അവൾ ശരിക്കും ഞെട്ടിയത്. കാര്യം നമ്മുടെ സൈറസ് അക്കയുടെ മുമ്പിലാട്ടെ ഒരു വലിയൊരു ബാരിയർ തന്നെയുണ്ട്. അല്ല പ്രിൻസസ്, നമ്മളിനി എന്ത് ചെയ്യും? നമുക്ക് എത്ര പെട്ടെന്ന് ബാക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു എക്സ്പ്ലോഷനും അവിടെ സംഭവിച്ചു. നമ്മുടെ പ്രിൻസസിന്റെ കൂടെ വന്ന് അവനായിട്ട് കത്തിക്കരിഞ്ഞുപോയി. എന്നിട്ട് അവൻ അവിടേക്ക് വരികയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, അതുകൊള്ളാം, ഞാൻ ആലോചിച്ചാലും പെട്ടെന്ന് നിന്നെ എനിക്ക് പിടിക്കാൻ സാധിച്ചല്ലോ. നീ ലൂക്കസ് അല്ലേ? അതെ പ്രിൻസസ്, ഞാൻ ലൂക്കസ് തന്നെയാണ്. നീ എന്താ ഒറ്റക്കായി പോയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ട്രസ്റ്റ് മീ, ഇനിയുള്ള 2-3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും. അടിപൊളിയായിരിക്കും. അതുകൊണ്ട് അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.